ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചുവും കോവാലിനും. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയും ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ട് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും എല്ലാവരും മാസ്കും അതുപോലെ സാനിറ്റൈസറും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം മാസ്കും സാനിറ്റൈസറും. ഇല്ലെങ്കിൽ പെറ്റി അടിക്കും. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നിർബന്ധമായും മാസ്കും അതുപോലെ സാനിറ്റൈസറും ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾ വയനാട്ടിലെ അതിമനോഹരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പിലേക്ക് നമുക്ക് പോകാം. ഫാൻറ്റം റോക്ക് എവിടെ കയറി കണ്ടില്ല. ഇവിടെ വെച്ചോട്ടെ പറ്റില്ല. ആണോ? ബോർഡ് കണ്ടില്ല. ഹലോ ഗായ്സ്, ഇപ്പോൾ ഇതാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫാൻറ്റം റോക്കാണ്. പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഫാൻറ്റം റോക്ക് എന്താണെന്ന്. ഇനി നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. നമുക്കിവിടെ മേലേക്ക് ഇവിടെ പാർക്കിംഗ് ഫീസൊന്നുമില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമുക്ക് താഴെ വണ്ടി പാർക്കിംഗ് ഉണ്ട്, അവിടെ പേ പാർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സൈഡിൽ വെക്കാം. ബാക്കി ദൂരം നമുക്ക് ഒരുപാട് ദൂരം നടന്നു പോകാണ്ട് നമുക്ക് അവിടേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഗൈസ്, കുറച്ച് മേലോട്ട് കയറാൻ കുറച്ച് ദൂരമുണ്ട്. ഒരു ട്രെക്കിംഗ് പ്ലേസും കൂടിയാണ്. അപ്പോൾ അധികം പ്രായമായവരും കാല് വയ്യാത്തവരൊന്നും വരാതിരിക്കുകയായിരിക്കും നല്ലത്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ധാരാളം കുന്നുകളും മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതാണ് ഫാൻറ്റം റോക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഫാൻറ്റം റോക്കിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പിൽ തൊട്ടുമുള്ള വ്യൂ ആണ്. അതിമനോഹരമായി വയനാടിൻ്റെ ആ ശരിക്കുള്ള ഭംഗി എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ. സ്ഥലമാണിത്. ആ മേലെ കാണുന്ന അതാണ് ഫാൻറ്റം റോക്ക്.
ഫാൻറ്റത്തിൻ്റെ മുദ്രയുള്ള ഫാൻറ്റം റോക്ക് എന്ന് പറയുന്ന സ്ഥലം അതാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് അതിന് മുമ്പ് ഇത് കാണാം. ഇവിടെ ഒരുപാട് ക്രഷേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ഫാൻറ്റം റോക്കിനാണ് നാശത്തിന് കാരണമായപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നമുക്കറിയാം ഇപ്പോഴും പല സ്ഥലത്തും ഖനനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വയനാടിൻ്റെ ആ അതിമനോഹരമായ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഫാൻറ്റം റോക്ക് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണേ. അത് ഭയങ്കര ഗർത്തമാണ് താഴോട്ടൊക്കെ. വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. പാറകളിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്. ഒരുപാട് സ്ലിപ്പറി ആയിട്ടുള്ള പ്ലേസാണ്. വരുന്നത് സൂക്ഷിച്ച് വേണം നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ട്രക്കിങ് പോലെയാണ്. പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ വഴികളൊക്കെ അപ്പടി ഫുള്ള് പുല്ല് മൂടിയേക്കുവാണ്. മറ്റേലൊരു നടവഴി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഫുള്ള് പുല്ല് മൂടിപ്പോയി. നൈസ്, നല്ല വേദന നീർന്നുണ്ട് കൈയൊക്കെ പുല്ല് തട്ടിയിട്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ചോട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് ദൂരം പോകാണ്ട്. അതിമനോഹരമായ സ്ഥലമാണ്. ചെങ്കുത്തായ പാറകളും മറ്റും അടങ്ങിയ സ്ഥലമാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ വന്നാൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. പറഞ്ഞ സമയങ്ങളധികം സ്ഥലം ഇവിടെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരുപാട് വഴികൾ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു വഴിക്ക് പോയി നോക്കാം. ഒരുപാട് ഇടവഴികളും ഒക്കെ ഉണ്ട്. നമുക്ക് മേലെ കുറച്ച് ആൾക്കാരുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. ഇവിടെ ഫുള്ള് പാറയാണ്. വലിയ വലിയ ചെങ്കുത്തായ പാറകളും മലനിരകളും ഒക്കെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ കോവാലിനവിടെ ക്ഷീണിച്ച് തളർന്ന് അവശനായിട്ടിരിപ്പുണ്ട്. ചത്തുന്നാ തോന്നുന്നത്. പിന്നെ പിന്നത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ആ കാഴ്ചകളിലേക്ക് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകാം. വെയിൽ മുക്കൂടാ. കാഴ്ച അതിമനോഹരമായ കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, കാണുന്നുണ്ട് ഗൈസ്? അതായത് ഇതുപോലെ സുന്ദരമായിരുന്ന ഒരുപാട് മലനിരകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നിരപ്പാക്കി വെച്ചേക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇത് അത്രയും അതിമനോഹരമായി പാറകളൊക്കെ പൊടിച്ചെടുത്ത സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫാൻറ്റം റോക്ക്, അതായത് ഫാൻറ്റം റോക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവിടെ വെറും ഒരു പാറപ്പുറത്താണ്, ഒരു പാറയുടെ പുറത്തൊരു പാറ ഇരിക്കുകയാണ്. അത് തമ്മിൽ കണക്ഷനൊന്നുമില്ല, രണ്ട് സെപ്പറേറ്റ് പാറകളാണ്. അതെങ്ങനെ ഇവിടെ വന്നു എന്ന്, എന്തുകൊണ്ട് വന്നു എന്നൊന്നും ഇപ്പോഴും അറിയില്ല. ഏതോ അദൃശ്യ ആവും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ആ പാറ അങ്ങനെ മറ്റേ പാറയുടെ മേലെ ഇരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാണ്ട് ആ പാറ അതിൻ്റെ മേലെ ഇരിക്കുകയാണ്, സപ്പോർട്ടും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആ ദൂരങ്ങളിലേക്ക് നോക്കിയറിയാം, ധാരാളം പാറ പൊട്ടിച്ച സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പം ഇപ്പോഴും കുറച്ച്
ഇത് നമ്മുടെ ഈ ഫാനൽ റോക്കിന് ഭീഷണിയായപ്പോൾ വന്ന റിപ്പോർട്ട് പ്രകാരമൊക്കെയാണ് ഇവിടുത്തെ ക്രഷർ യൂണിറ്റുകളൊക്കെ ഇതുപോലെ പൂട്ടിപ്പോയത്. ധാരാളം ക്രഷർ യൂണിറ്റുകളുടെ സ്ഥലമാണ്, അപ്പോൾ അതൊക്കെ പൂട്ടിപ്പോയി. അപ്പം നമുക്കിനി ഫാനൽ റോക്കിന് അങ്ങോട്ട് പോവാം. കുറച്ച് ദൂരെ കയറാനുള്ളൂ. പക്ഷെ കയറിയാൽ അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുക. നല്ല അതിമനോഹരമായ കാറ്റ്, നല്ല തണുപ്പുള്ള കാറ്റും നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതിമനോഹരമായൊരു കാലാവസ്ഥയാണ്. വയനാടിൻ്റെ ഭൂപ്രകൃതി ഏകദേശം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കൽപ്പറ്റയും തേരി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെയുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ പോവാനിവിടെ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതാണ് കണ്ടുപിടിച്ച സംഭവം. വലിയ കുളമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ്. ഈ പാറയിടയ്ക്ക് വെള്ളം കിടക്കാനാണ് അവനോട് പറഞ്ഞത് വലിയ കുളമെന്നൊക്കെ. ഓക്കെ ഗൈസ്, ഇവിടെ വെള്ളാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. വേറെ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. അതായത് ഇതുപോലെ സഞ്ചാരികൾ വന്നിട്ട് വയനാടിൻ്റെ ഭൂപ്രകൃതിയെ നശിക്കുക. അതായത് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളൊക്കെ മാക്സിമം നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുകൊണ്ടാണ്. ഇവിടെ നിന്നിട്ട് പോയിട്ട് പോകരുത്. ഇതൊക്കെ പാറ പൊട്ടിച്ചേക്കുന്നതാണ്. വലിയ കറുത്താണ് കയറ്റം കയറിയതിന് ഫലം ഉണ്ടായെന്ന് തന്നെ പറയാം. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് നേരം എന്തായാലും ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല അടിപൊളി കാറ്റൊക്കെയാണ്. എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഫാൻറ്റം റോക്കിൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിരിക്കുന്നു. ഇടിഞ്ഞിരിക്കുന്ന പാറ കേട്ടോ പോലെ. നമുക്കെന്തായാലും ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് പോകട്ടെ ഗൈസ്. മുഴുവൻ തെരുപ്പൂരിലാണ്. നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. ഗൈസ് ഞങ്ങളതിൻ്റെ ചോട്ടിലെത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ചെങ്കുത്തായ, അതായത് ആ ഒരു പാറയുടെ മേലെയാണ് ഇരിക്കുന്നത്. ഗൈസ് നമ്മളതിൻ്റെ ചോട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെയും കയറാണ്ട്. നമുക്ക് നോക്കി അറിയാൻ കണ്ടോ, ഒരു വെറുതെ ഒരു പാറയുടെ മുകളിലാണ് ഇതിരിക്കുന്നത്. അടിപൊളി ഒരു കുന്നാണ്, സൂക്ഷിച്ച് വേണം കയറാൻ. ഗൈസ് ഇതാണ് സ്ഥലം. കാണുന്നുണ്ടോ അറിയില്ല. കണ്ടോ, വെറും ഒരു പാറയുടെ പൊക്കത്ത് ഒരു പാറ കയറിയിരിക്കുകയാണ്. അതാണ് കാണുന്നത്. ഒരു പാറയുടെ മണ്ടയ്ക്ക് വേറൊരു പാറ കയറിയിരിക്കുകയാണ്. അതെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. രണ്ട് പാറ തമ്മിൽ ഗ്യാപ്പുണ്ട്, രണ്ട് തമ്മിൽ വിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതെങ്ങനെ ഇത്രയും കാലമായിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ഗൈസ് താഴേക്കൊക്കെ ഒരുപാട് ഗുഹമുഖങ്ങളൊക്കെ ഉണ്ട്. കാണാം പാറ കണ്ടോ, നിങ്ങൾ കണ്ടോ?
ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്, എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെ കണ്ടോ ഗൈസ്, ഇതിനുള്ളിൽ കൂടെ ഒരുപാട് ഗുഹകളൊക്കെ ഉണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കൃത്യമായിട്ട് കാണുന്ന അറിയാം. ഞങ്ങൾക്ക് കിട്ടുന്ന വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അറിയില്ല. ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ഏതിലിപ്പോൾ പണി നിലത്ത സമയത്ത് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വേണ്ട ഗൈസ്, ഫുള്ള് പാറ എടുക്കാണ് അവിടെയൊക്കെ. ധാരാളം പാറയ്ക്ക് മുഴുവനൊക്കെ ഗ്യാപ്പുകളുണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് ഇവിടെ ഇവൻ കയറിയിരിക്കുന്നത്, പിച്ച് കയറിയിരിക്കുന്നത്. ഇതുപോലെ താഴേക്ക് ഒരുപാട് വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. താഴേക്ക് ഒരുപാട് വഴിയുണ്ട്, നമുക്ക് അതിൽ പോകാനുള്ള നിവൃത്തിയില്ല. അത്ര റിസ്ക് എടുത്ത് പോകേണ്ടില്ല. നമ്മളിപ്പോൾ അതിൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. കണ്ടോ ഗൈസ്, ഇതിലൊക്കെ ഒരുപാട് ഇങ്ങനെ പാറകളുടെ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയൊരു സുഖമാണ് ഇതിനെ കിട്ടുന്നത്. ഒട്ടും എങ്ങനെയാണ് പറഞ്ഞറിയിക്കാനറിയാം, അത്ര നല്ലൊരു തണുത്ത കാറ്റ്, നല്ലൊരു കാലാവസ്ഥയാണ് ഗൈസ്. തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണിത് ഗൈസ്. നമുക്ക് ഇവിടുന്ന് പോവാം. എന്നെ വലിച്ചിടല്ലേ. ഇനി അടുത്തൊരു ചെറിയൊരു വ്യൂ ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്തിന് ചെന്നാലും ഓരോ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് വേറെ സ്ഥലമാണ്, അവിടെ തന്നെ വേറെ പോർഷനിലാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാണാൻ. നമ്മൾ പൊന്മുടി പോയി കഴിഞ്ഞാൽ ഒരുപാട് പോർഷൻ കാണുന്ന പോലെ തന്നെ ഇവിടെയും ധാരാളം പ്ലേസുകളുണ്ട് ഇതുപോലെ. അതായത് നല്ല ഭംഗിയുള്ളത്, അതായത് ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയാണ് കാണുന്നത് ഗൈസ്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഫാൻറ്റം റോക്കിൽ നിന്ന് നമുക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് വയനാട്ടിലെ. നിങ്ങൾ വരാൻ പറ്റുകയാണെങ്കിൽ വന്ന് കാണേണ്ട, നിർബന്ധമായി വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. ഇവിടെ എൻട്രൻസ് ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. കുറച്ച് മല കയറാണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇടുവാണെങ്കിൽ നമ്മളതിനുള്ള ആൻസേഴ്സ് പറയുന്നതാണ്. ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്തായാലും നമുക്കിനി അപ്പം വാച്ച് ആൻഡ് ഗോ. സൈനിങ് ഓഫ്.